തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനൊഴികെ മറ്റ് വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. എഡിജിപി മനോജ് എബ്രഹാമാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഫെബ്രുവരി 5 വരെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ല. 1 മാസം വരെ തൽസ്ഥിതി തുടരാൻ തീരുമാനം. കൊല്ലൂർ എടക്കുന്നിയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മണ്ണുത്തി പാണ്ടിപ്പറമ്പ് സ്വദേശി ജിഷ്ണുവാണ് മരിച്ചത്. കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ കാറിടിച്ച് 9 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. ചാലക്കുടി പുഴയിലെ അമ്പലനടക്കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ആളൂരിൽ അമ്മയെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന തലൂർ സ്വദേശി സുജി, മകൾ നക്ഷത്ര എന്നിവരാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനൊഴികെ മറ്റ് വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. എഡിജിപി മനോജ് എബ്രഹാമാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. വനം, തദ്ദേശം, ഫയർഫോഴ്സ്, ജില്ലാ ഭരണകൂടം, എക്സ്പ്ലോസീവ് വിഭാഗങ്ങളുടെ വീഴ്ചയാണ് പരിശോധിച്ചത്. ക്രൈംബ്രാഞ്ചിനാണ് പോലീസ് വീഴ്ച അന്വേഷിക്കേണ്ട ചുമതല. ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതോടെ ത്രിതല അന്വേഷണത്തിലെ ഒരു ഭാഗം പൂർത്തിയായി. വെടിക്കെട്ട് നടത്തുന്നതിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഫെബ്രുവരി 5 വരെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ല. 1 മാസം വരെ തൽസ്ഥിതി തുടരാനാണ് തീരുമാനം. 1 മാസത്തിനകം വാഹനങ്ങളുടെ കണക്കെടുപ്പ് നടത്തും. ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കും. നേരത്തെ ജനുവരി മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനായിരുന്നു കരാർ കമ്പനിയുടെ തീരുമാനം. കൊല്ലൂർ എടക്കുന്നിയിൽ കാറിന് പുറകിൽ ഇടിച്ച് റോഡിൽ തെറിച്ചു വീണ ബൈക്ക് യാത്രക്കാരനായ യുവാവ് ലോറി കയറി മരിച്ചു. മണ്ണുത്തി പാണ്ടിപ്പറമ്പ് സ്വദേശി തൃക്കരിയൂർ വീട്ടിൽ 27 വയസ്സുള്ള ജിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ജിഷ്ണു സഞ്ചരിച്ചിരുന്ന ബൈക്ക് മുന്നിൽ പോയിരുന്ന കാറിൽ തട്ടി എതിർദിശയിൽ വന്നിരുന്ന ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. ലോറിയുടെ ചക്രങ്ങൾ തലയിലൂടെ കയറിയിറങ്ങിയ ജിഷ്ണു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ കാറിടിച്ച് 9 വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റു. വെള്ളിത്തിരുത്തി കുന്നുംകാട്ടിൽ വീട്ടിൽ അനിലിന്റെ മകൾ പാർവണയ്ക്കാണ് പരിക്കേറ്റത്. ചൂണ്ടൽ ഭാഗത്തുനിന്ന് അമിത വേഗതയിൽ വരികയായിരുന്ന കാർ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. അപകടത്തിനിടയാക്കിയ കാറിന്റെ ഡ്രൈവർ കടങ്ങോട് സ്വദേശി ബോബനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മദ്യപിച്ചിരുന്നതായി സംശയമുണ്ട്. ചാലക്കുടി പുഴയിലെ അന്നമനട അമ്പലനടക്കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. പാറക്കടവ് സ്വദേശി വിളക്കുപുറത്ത് വീട്ടിൽ 39 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 7ഓടെയായിരുന്നു സംഭവം. രാജേഷ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. അഗ്നിരക്ഷാസേന സ്കൂബ സംഘമാണ് മൃതദേഹം കണ്ടെടുത്തത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ തിടപ്പിള്ളിയുടെയും ശ്രീകോവിലിനടുത്തുള്ള ഭണ്ഡാരത്തിന്റെയും പൂട്ടുകൾ തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഭണ്ഡാരത്തിലെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ ക്ഷേത്ര മേൽശാന്തി നട തുറക്കുവാൻ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരിയിൽ മോഷണശ്രമത്തിനിടെ യുവാവ് പിടിയിൽ. ഓട്ടുപാറയിലെ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് ചെമ്പ് കമ്പി ഉൾപ്പെടെയുള്ളവ മോഷ്ടിക്കുന്നതിനിടെയാണ് നാട്ടുകാർ യുവാവിനെ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ മുള്ളൂർക്കര ചെറുപറമ്പിൽ സന്തോഷാണ് പിടിയിലായത്. വടക്കാഞ്ചേരി CI റിജിൻ M തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മേഖലയിൽ നിന്ന് കംപ്രസറും ബാറ്ററിയും ഉൾപ്പെടുന്ന നിരവധി മോഷണങ്ങൾ അടുത്തിടെ നടന്നിരുന്നു. ആളൂരിൽ യുവതിയെയും 5 വയസ്സുള്ള മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂർ കദളിച്ചിറ റോഡിന് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തലൂർ സ്വദേശി കണ്ടംകുളത്തി സജിത്തിന്റെ ഭാര്യ 32 വയസ്സുള്ള സുജി, മകൾ നക്ഷത്ര എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും വീടിനുള്ളിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഡ്രൈവറായ ഭർത്താവ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. 1.5 മാസം മുമ്പാണ് ഇവർ ആളൂരിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയത്. യുവതിയുടെ സ്വദേശം വലപ്പാടാണ്. മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ആളൂർ പോലീസ് മേൽ നടപടി സ്വീകരിച്ചു.
തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ വേല ആഘോഷം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം ചതുശ്ശത നിവേദ്യവുമുണ്ടായി. രാത്രി 3 ആനകളുടെ അകമ്പടിയോടെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി, കോങ്ങാട് മധു നയിച്ച പഞ്ചവാദ്യവും ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിലുള്ള മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. മാളയിൽ പള്ളി വികാരിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞ വ്യാപാരിയെയും കുടുംബത്തെയും മർദ്ദിച്ച ശേഷം ഭക്ഷണശാല അടിച്ചു തകർത്തു. 4 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ഉച്ചവരെ കുഴൂരിൽ കടകൾ അടച്ചിടും. തിരുമുക്കുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ സമീപത്തെ ആൻഡപ്പന്റെ കട എന്ന പേരിലുള്ള സ്ഥാപനത്തിലാണ് ശനിയാഴ്ച രാത്രി 8:30 ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പരിക്കേറ്റ കടയുടമ പാറേക്കാട്ടിൽ ആന്റണി, ഭാര്യ കുസുമം, മക്കളായ അബിൽജിത്ത്, അമർജിത്ത് എന്നിവർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അത്രയൊരു 8:15 ഉണ്ടാവും. അച്ഛനെ ഉപദ്രവിക്കാൻ ചെന്നപ്പോൾ ആള് ചെന്നിട്ട് അവരോട് പോകാൻ പറഞ്ഞു. അച്ഛൻ്റെ വഴിക്ക് പോകട്ടെ, നിങ്ങൾ മാറിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് പിന്നെ ആളുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ആളെ ആക്രമിക്കണ ചെയ്തു. അപ്പോൾ പിള്ളേർ രണ്ടുപേരും മുകളിൽ ആയിരുന്നു. അവർ ഒച്ചയായിട്ട് താഴത്തേക്ക് വന്ന് പിള്ളേർ ഇടിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞൊരു റോട്ടിൽ നിന്ന് കടയിലേക്ക് വന്ന് സോഡാ കുപ്പിയുടെ കേസ് ഇരിക്കണ്ടായി. അതിൽ നിന്ന് സോഡാ കുപ്പി എടുത്ത് ആ കുപ്പിയും കൊണ്ട് അടിച്ചു. അപ്പോൾ തലയ്ക്കാണ് അടിക്കാൻ പോയി. അപ്പം മൂത്തമോൻ കൈ കൊണ്ട് തടഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈ കഴിയുമ്പോൾ അത് കൊണ്ടിട്ട് അവിടെ ചതഞ്ഞടക്കിയാണ് കൈയൊക്കെ. അതിൽ ഡേവിസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവൻ ആ കമ്പിവടിയും കൊണ്ട് കടയിൽ കയറി കട ആകെ തല്ലി തകർത്ത്. സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ പോൾ പാറമ്പേത്തിന് നേരെയാണ് ആക്രമണ ശ്രമമുണ്ടായത്. സംഭവം അറിഞ്ഞ് മാള SI CK സുരേഷും സംഘവും സ്ഥലത്തെത്തിയെങ്കിലും അക്രമികളെ കണ്ടെത്താനായില്ല. പാലക്കാട് ഡേവിസ് എന്ന് പറഞ്ഞ ആൾ ഒരു കാര്യം പറയാനുണ്ട്. ക്രിസ്മസിന് ലൈറ്റ് ഉണ്ടായില്ല, ഒന്നത് പള്ളി പറയാനോ ഒന്നും പോരാൻ. പള്ളി പറയാനില്ല, ഇവിടെ നിന്ന് പറയാനാണ് ഞങ്ങൾ ഉണ്ടാക്കണേ. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അസഭ്യം പറഞ്ഞു തുടങ്ങി. ഇത് കഴിഞ്ഞ് ഭീഷണിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലത്ത് താക്കോൽ വിളിക്കാൻ നോക്കി. അപ്പം ഞാൻ കയറി പിടിച്ചു, ഇനി കളി മാറൂട്ടെന്ന് പറഞ്ഞു. അപ്പോൾ തെക്കും കൂടി ഇപ്പോൾ കടയിൽ നിന്ന് ആൻ്റെ ഇറങ്ങി വന്നിട്ട് വഴക്കുണ്ടാക്കേണ്ട വെച്ചപ്പോൾ കോട്ടയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ അങ്ങേരെ തലേ നിൽക്കാൻ താഷ്ടം വെച്ചിട്ട് അങ്ങേരെ ടാറ്റർ റോട്ടിലേക്ക് സ്ഥലത്തിട്ടു. അത് എപ്പോഴേക്കും മക്കൾ വന്നു. അവർ സോഡ കുപ്പിയും ചില്ലിൻ്റെ സോഡ കുപ്പിയൊക്കെ ആയിട്ട് ആക്രമിക്കുകയും ചെയ്തു. ഏകദേശം 1/2 മണിക്കൂറോളം കൊലവിളി നടത്തി. അക്രമികൾക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കണമെന്ന് പള്ളി തിരുനാൾ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പരിക്കേറ്റവരുടെയും ഫാദർ പോൾ പാറമ്പേത്തിൻ്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. അക്രമ സംഭവത്തിൽ ഡേവിസ്, ലിനു, ഷൈജു, ലിൻസൺ എന്നിവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ആന്റണിയുടെ മാലയുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതിനും കടയിലുണ്ടായ നാശനഷ്ടത്തിനും 1,20,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നും FIR-ൽ പറയുന്നു. വ്യാപാര സ്ഥാപനത്തിൽ കയറി ആക്രമണം നടത്തി കടയുടമയെയും കുടുംബത്തെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുഴൂർ യൂണിറ്റിൽ തിങ്കളാഴ്ച ഉച്ചവരെ കടകൾ അടച്ചിടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. TCV മാള. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ PV അൻവർ MLA അറസ്റ്റിലായി. PV അൻവർ ഉൾപ്പെടെയുള്ള 11 DMK പ്രവർത്തകരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസെടുത്തതിനു പിന്നാലെ മലപ്പുറം ഒതായിലെ വീട് വളഞ്ഞ് നാടകീയമായാണ് അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു DMK പ്രവർത്തകരുടെ ഫോറസ്റ്റ് ഓഫീസ് മാർച്ച്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തന്റെ അറസ്റ്റെന്നും പിണറായി വിജയൻ മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരതയാണ് നടപ്പാക്കുന്നതെന്നും അൻവർ പ്രതികരിച്ചു. MLA ആയതുകൊണ്ട് മാത്രം അറസ്റ്റിന് വഴങ്ങുകയാണെന്നും ജീവനുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നും PV അൻവർ വെല്ലുവിളിച്ചു. നിറപറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേരി താലപ്പൊലി ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തിരികത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ ഭഗവതിയുടെ അനുഗ്രഹം നേടി. ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് ശേഷം വാദ്യമേളങ്ങളുടെയും 3 ആനകളുടെയും അകമ്പടിയോടെ ഭഗവതി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ ഇന്ദ്രസൻ തിടമ്പേറ്റി. പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് ചോറ്റാനിക്കര വിജയൻ, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തിരിച്ചെഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പ് ദീപസ്തംഭത്തിന് മുന്നിലെത്തിയതോടെ വെളിച്ചപ്പാട് സുരേന്ദ്രൻ നായർ ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി ഉറഞ്ഞുതുള്ളി പറചുരിഞ്ഞു. ഭക്തജനങ്ങളുടെ വഴിപാടായി 1500ഓളം പറകളാണ് ഒരുക്കിയിരുന്നത്. തുടർന്ന് നാഗസ്വരത്തിന്റെ അകമ്പടിയിൽ കുളപ്രദക്ഷിണം നടത്തി. താലപ്പൊലിയുടെ ഭാഗമായി മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും അരങ്ങേറി.
വെങ്കിടങ്ങ് തോയക്കാവ് കാളിയാമാക്കലിൽ വീട് കത്തിനശിച്ചു. കുണ്ടുവീട്ടിൽ വാസുവിന്റെ വീടാണ് ശനിയാഴ്ച രാത്രി കത്തിനശിച്ചത്. വീട്ടുകാർ സമീപത്തെ ക്ഷേത്രോത്സവത്തിന് പോയതിനാൽ അപകടം ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വീട്ടുപകരണങ്ങളും രേഖകളും പൂർണ്ണമായും കത്തിനശിച്ചു. ഗുരുവായൂരിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. പാവർട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നാദസ്വര വിദ്വാൻ മങ്ങാട്ട് ഗോവിന്ദൻകുട്ടി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 60 വർഷത്തിലേറെ കാലമായി നാദസ്വര കലയിലെ പ്രാമാണികരിൽ ഒരാളായിരുന്നു ഗോവിന്ദൻകുട്ടി. അച്ഛൻ മങ്ങാട്ട് കുട്ടനിൽ നിന്നും കുട്ടിക്കാലത്ത് തന്നെ നാദസ്വര വിദ്യയിൽ പ്രാവീണ്യം നേടി. ഉത്സവപ്പറമ്പുകളിൽ ആരാധകരെ വിസ്മയിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്ത കലാകാരനാണ് ഗോവിന്ദൻകുട്ടി. നിരവധി അംഗീകാരങ്ങളും ആദരവുകളും ഏറ്റുവാങ്ങിയ മികച്ച കലാകാരനായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് നന്ദിപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. കാലങ്ങളായി തകർന്നു കിടക്കുന്ന വരന്തരപ്പിള്ളി കിഫ്ബി റോഡിലെ അറ്റകുറ്റപ്പണികൾ പ്രഹസനമാകുന്നു. 1 കോടി മുടക്കിയിട്ടും ടാറിടൽ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം. കുണ്ടും കുഴിയും നിറഞ്ഞ് ശോചനീയാവസ്ഥയിലായിരുന്ന പള്ളിക്കുന്ന് പാലപ്പിള്ളി റോഡിൽ ആവശ്യത്തിന് ടാറിടാതെ കുഴികളടയ്ക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വലിയ കുഴികളിൽ പേരിന് മാത്രം ടാറിട്ട് കരിങ്കൽ നിറച്ചാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ പ്രതിദിനം കടന്നുപോകുന്ന റോഡിൽ കൃത്യമായി ടാറിട്ട് ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ശനിയാഴ്ച ഇത് കുഴിയടക്കൽ പരിപാടികൾ നടന്നായിരുന്നു. അവിടെ വെറുതെ ടാറൊന്നും ഉപയോഗിക്കാതെ വെറുതെ വലിയ ബോൾ മെറ്റൽ കൊണ്ടിട്ട് കുഴികളെല്ലാം അവർ ക്ലിയർ ചെയ്ത് അതിൻ്റെ മേലെ ചെറിയ ചിപ്സ് പോലുള്ള ഇത് ഇട്ട് റോളർ ഓടിച്ചു. ഒരാഴ്ച പോലും ഇത് നിൽക്കില്ല. വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. 26 കിലോമീറ്റർ ആമ്പല്ലൂർ ചിമ്മിനി റോഡിൽ 11 കിലോമീറ്റർ വരുന്ന ഭാഗത്താണ് ഈ ദുരവസ്ഥ. ഇതിൽ ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയും പാലപ്പിള്ളി മുതൽ ചിമ്മിനി വരെയും പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ്. ഇവിടെയാകട്ടെ റോഡുകൾ മികച്ച നിലവാരത്തിലുള്ളതുമാണ്. പള്ളിക്കുന്ന് പാലപ്പിള്ളി ഭാഗത്തെ അറ്റകുറ്റപ്പണികളുടെ ചുമതല കിഫ്ബിക്കാണ്. തകർന്ന കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ അപകടങ്ങളും പതിവായിരുന്നു. പരാതികൾ ഏറിയപ്പോഴാണ് റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് പൊതുമരാമത്ത് വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചത്. TCV പുതുക്കാട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ 9 പ്രതികളെ വിയ്യൂരിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രതികളെ മാറ്റിയത്. CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച 1 മുതൽ 8 വരെയുള്ള പ്രതികളായ A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, G. ഗിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ് എന്നിവരും 10ാം പ്രതി T. രഞ്ജിത്തും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലാണ്. കേസിന്റെ തുടക്കം മുതൽ കഴിഞ്ഞിരുന്നത് മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 5 പേരെ കാക്കനാട് നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജയിലിലെത്തിച്ച പ്രതികളെ CPM നേതാവ് P. ജയരാജൻ സന്ദർശിച്ചു. പാവർട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയായ 8ാം വാർഡിൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം പരിഹരിക്കാൻ താൽക്കാലിക നടപടിയായി. വാർഡ് മെമ്പർ MT മണികണ്ഠന്റെ നേതൃത്വത്തിൽ ജനകീയ സഹകരണത്തോടെയാണ് ബണ്ട് ബലപ്പെടുത്തുന്നത്. യന്ത്രസഹായത്താൽ പുഴയിൽ നിന്ന് ചെളികോരി പുഴബണ്ട് ബലപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിട്ടുള്ളത്. വാർഡിലെ ഹരിതസഭയും സഹായത്തിനായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രദേശം സംരക്ഷിത വനമാക്കി കരട് വിജ്ഞാപനം വന്നതിനാൽ വനംവകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി തേടിയാണ് ബണ്ട് ബലപ്പെടുത്തുന്നതെന്ന് വാർഡ് മെമ്പർ MT മണികണ്ഠൻ പറഞ്ഞു. വർഷങ്ങളായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിനുള്ള കാരണം ഉപ്പുവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നായിരുന്നു. അതിനെ താൽക്കാലികമായി ഒന്ന് ചെയ്യാൻ നമുക്ക് ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി നമുക്ക് ഇവിടെ താൽക്കാലികമായ തടകണ്ണകൾ നിർമ്മിപ്പിക്കാൻ നമുക്ക് ഇന്ന് സാധിച്ചു. വരും കാലങ്ങളിൽ അവരുടെ ജനകീയമായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഹരിതസഭ, നമുക്ക് പാവർട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡിലുള്ള ഹരിതസഭയുടെ ആഭിമുഖ്യത്തിൽ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കും. ശിങ്കാരി ചീപ്പിന് സമീപം 200 മീറ്റർ ദൂരത്തിൽ 5 അടി ഉയരത്തിലാണ് പുഴബണ്ട് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കിലോമീറ്ററുകളോളം വ്യാപിച്ചിരുന്നു. ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുകയും വിവിധ കൃഷികൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തര സാമ്പത്തിക സഹായമായി പഞ്ചായത്ത് 10,000 രൂപ അനുവദിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് അറിയിച്ചു. ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ മണികണ്ഠൻ ഇടപെട്ട് പുഴയിൽ നിന്ന് മണ്ണുകോരി ബണ്ട് ബലപ്പെടുത്തുന്നത്. TCV ന്യൂസ് പാവറട്ടി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിനോട് ചേർന്നുള്ള ഭാഗത്തെ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. റെയിൽവേ സ്റ്റേഷന്റെ തെക്കുഭാഗത്ത് പ്ലാറ്റ്ഫോം കഴിഞ്ഞുള്ള ഭാഗത്തെ പുല്ലിനാണ് തീപിടിച്ചത്.
കാറ്റിൽ പാളങ്ങളിലേക്ക് തീ പടർന്നതോടെ CRPF ഉദ്യോഗസ്ഥരും റെയിൽവേ ജീവനക്കാരും ചേർന്ന് മരച്ചില്ലകൾ ഉപയോഗിച്ച് പാളത്തിലേക്ക് പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കി. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KL എഡ്വേർഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഗുരുവായൂരപ്പൻ, VS സുധൻ, VV ജിമോദ് എന്നിവർ ചേർന്നാണ് തീയണച്ചത്. ദീപക്കാഴ്ചകളുമായി കുന്നംകുളം അങ്ങാടിയിൽ ദനഹ ആഘോഷത്തിന് തുടക്കമായി. വീടുകളിലും ദേവാലയങ്ങളിലും ദീപാലങ്കാരങ്ങൾ ഒരുക്കിയാണ് പൌരാണിക ക്രിസ്ത്യൻ ഉത്സവമായ പിണ്ടിപ്പെരുന്നാൾ അഥവാ ദനഹ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രകാശത്തിന്റെ പെരുന്നാൾ എന്നും അറിയപ്പെടുന്ന ദനഹ പെരുന്നാൾ ക്രിസ്തുവിന്റെ മാമോദിസയുടെ പ്രതീകമായിട്ടാണ് ആചരിക്കുന്നത്. വിശ്വാസികൾ വീടുകൾക്ക് മുന്നിൽ പിണ്ടികുത്തി ചിരാതുകളിൽ ദീപങ്ങളും മെഴുകുതിരികളും തെളിയിച്ചും വീടുകളും വീഥികളും വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങാടികളിലെ ആരാധനാലയങ്ങളും ദീപാലങ്കൃതമായി. ദേവാലയങ്ങളിൽ ദനഹ പെരുന്നാൾ ശുശ്രൂഷകളും നടക്കും. വിവിധ പെരുന്നാൾ വിഭാഗക്കാർ ഒരുക്കുന്ന വാദ്യമേളങ്ങളും വർണ്ണാഭമായ കാഴ്ചകളും കാണാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് എത്തുന്നത്. മാള പൂപ്പത്തിയിൽ കുളം കയ്യേറി നികത്തിയ സ്ഥലത്ത് ഒരുക്കിയ ഉല്ലാസ കേന്ദ്രവും ഇരിപ്പിടങ്ങളും കാട് കയറി നശിക്കുന്നു. പൊയ്യ പഞ്ചായത്തിന് കീഴിലുള്ള പൂപ്പത്തി കടാങ്കുളത്തിനോട് ചേർന്നാണ് നികത്തിയെടുത്ത ഭാഗത്ത് ടൈൽ വിരിച്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കുളം അല്പം മെലിഞ്ഞെങ്കിലും ആളുകൾക്ക് ഇരിക്കാനും ഉല്ലാസത്തിനും ഒരിടമായെന്ന് 1 വർഷം മുമ്പ് വരെ ആശ്വസിച്ചവർ പോലും ഈ കാടുകയറിയ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച നീളത്തിലുള്ള 2 ഇരിപ്പിടങ്ങൾ കാടുമൂടിക്കിടക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് കുളത്തിന്റെ ഒരു ഭാഗം നികത്തി ടൈൽ വിരിച്ച് ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. കൃഷ്ണൻകോട്ട നെടുമ്പാശ്ശേരി റോഡിനോട് ചേർന്ന് പൊയ്യ പഞ്ചായത്ത് അതിർത്തിയിലാണ് കാടുകയറിയ ഉല്ലാസ കേന്ദ്രമുള്ളത്. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ കുളത്തിന്റെ വിസ്തൃതി നാട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചാണ് കുറച്ചത്. കുളത്തിലെ ജലവിധാനം സമീപത്തെ കിണറുകളിലെ ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയിരുന്നു. പ്രദേശത്തെ കുടിവെള്ളത്തിനൊപ്പം നെൽകൃഷിക്ക് പ്രയോജനം ലഭിക്കുന്നതായിരുന്നു കാടാംകുളത്തിലെ വെള്ളം. കുളത്തിൽ ശേഖരിക്കാവുന്ന വെള്ളത്തിന്റെ അളവ് 4/1 കുറച്ചാണ് ഒരു ഭാഗം നികത്തിയെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. വെള്ളത്തേക്കാൾ പ്രാധാന്യം കുളത്തിനോട് ചേർന്നുള്ള ഉല്ലാസ കേന്ദ്രത്തിനാണെന്ന വാദത്തിലാണ് നിർമ്മാണം നടത്തിയത്. TC വിനോസ്, മാള. വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ ചികിത്സയിലിരിക്കെ മരിച്ചു. പാലക്കാട് സ്വദേശി പൊൻകാട്ടുപുര വീട്ടിൽ 56 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കടുത്ത പ്രമേഹവും അനുബന്ധ അസുഖങ്ങളുമായി ഡിസംബർ 14-ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ 2019 മുതൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. എടത്തിരിഞ്ഞി കാക്കത്തുരുത്തിയിൽ വീട്ടിൽ പണം വെച്ച് ചീട്ട് കളിച്ചിരുന്ന 8-അംഗ സംഘത്തെ കാട്ടൂർ പോലീസ് പിടികൂടി. സംഭവത്തിൽ കയ്പമംഗലം സ്വദേശി ബിജു അന്തിക്കാട്ട്, എടത്തിരിഞ്ഞി സ്വദേശികളായ ദിലീപ് കൊരട്ടിപ്പറമ്പിൽ, ഡാനിഷ് മേനോത്തുപറമ്പ്, SN പുരം സ്വദേശികളായ സുരേഷ് വൻപറമ്പിൽ, കലേഷ് അടിപ്പറമ്പിൽ, ഉണ്ണികൃഷ്ണൻ ചള്ളിയിൽ, കൊരട്ടി സ്വദേശി ജോർജ് എടത്തിപ്പറമ്പൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാക്കത്തുരുത്തി കൈമാപ്പറമ്പിൽ രാജുവിന്റെ വീട്ടിൽ നിന്നാണ് സംഘത്തെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 78,780 രൂപ പിടിച്ചെടുത്തു. കാട്ടൂർ SHO ER ബൈജുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI രമേശ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ CG ധനേഷ്, ജിതേഷ്, ഷൌക്കർ, CPOമാരായ നിതിൻ, ഹരീഷ് എന്നിവരാണ് സംഘത്തെ പിടികൂടിയത്. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിലെ മരണനിരക്കിൽ കുറവെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക്. കഴിഞ്ഞ വർഷം 3714 പേരാണ് അപകടത്തിൽ മരിച്ചത്. 2023-ൽ അപകട മരണനിരക്ക് 4080 ആയിരുന്നു. ചെറുതല്ല ആശ്വാസം എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. തുടർച്ചയായി 2ാമത്തെ വർഷമാണ് മരണനിരക്ക് കുറഞ്ഞത്. ഇരുചക്രവാഹന യാത്രക്കാരാണ് കഴിഞ്ഞ വർഷവും മരിച്ചതിലധികവും. മികച്ച റോഡ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് അപകട മരണനിരക്ക് കുറയ്ക്കാനായതെന്ന് വകുപ്പ് വ്യക്തമാക്കുന്നു. 2025-ന്റെ തുടക്കത്തിൽ കേരളത്തിൽ പലയിടങ്ങളിലായുള്ള വാഹനാപകടത്തിൽ ജീവനുകൾ പൊലിഞ്ഞിരുന്നു. പുതുവത്സര ദിനത്തിൽ വാഹനാപകടങ്ങളിലായി 8ഓളം പേരാണ് മരിച്ചത്. കണക്കുകളിൽ മരണനിരക്ക് കുറയുന്നുണ്ടെന്ന് അധികൃതർ പറയുമ്പോഴും ഒരേ ദിവസവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത്. നിർമ്മാണത്തിലിരിക്കുമ്പോൾ തകർന്ന എളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചു നീക്കുന്നു. കെട്ടിടം തകർന്നു വീഴാൻ കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ ബന്ധപ്പെട്ടവരിൽ നിന്നും നിർമ്മാണത്തുക തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം നിരാകരിച്ചാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 2005-2010 കാലഘട്ടത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ
ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ചിറ്റാട്ടുകര പോൾ മാസ്റ്റർ പടിക്ക് സമീപം സർക്കാർ ഭൂമിയിൽ 5 മുറികളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിച്ചിരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ എളുപ്പം വിറ്റഴിക്കാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഗുണഭോക്തൃ സമിതി ശരിയായ വിധം നിർമ്മാണം നടത്താത്തതാണ് കെട്ടിടം തകർന്നു വീഴാൻ കാരണമായതെന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി പറഞ്ഞു. ഇന്നത്തെ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലെ 20 വർഷം മുന്നേ പണിത കെട്ടിടമാണ്. ഈ കെട്ടിടം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. നിർമ്മാണം ഏൽപ്പിച്ച വ്യക്തികളെല്ലാം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് അനേകം ആക്ഷേപങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടികളും എടുക്കാതെ ഇന്ന് ഈ കെട്ടിടം പൊളിച്ചു നീക്കുകയാണ്. അഴിമതിയുടെ ഏറ്റവും വ്യക്തമായ തെളിവോട് കൂടി നിൽക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിലൂടെ അഴിമതി ഇല്ലാതാക്കാൻ ചിലപ്പോൾ സാധിക്കും. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ചെയ്ത അഴിമതി ഒരിക്കലും മാറിപ്പോകില്ല. കെട്ടിടം തകർന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങളും നടന്നിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണവും സാങ്കേതിക തകരാറുകളും ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും എടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. TCV പാവറട്ടി. പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് മികച്ച രീതിയിലുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ചൂരക്കാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, പ്രധാനാധ്യാപിക ജസീന്ത, ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി, അടാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ശ്രീനിവാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീഷ്മ അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംരക്ഷണ യജ്ഞം എന്ന പരിപാടി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത്. ആ മുദ്രാവാക്യത്തെ ആധാരമാക്കി എല്ലാ ഗവൺമെന്റ് സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനും അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നത്. തൃശൂർ തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും ഹയർ സെക്കൻഡറിയുടെ സിൽവർ ജൂബിലി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. തൃശൂർ ഡിസ്ട്രിക്ട് ജഡ്ജ് TK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടുമ്പുകുളം ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാവുമായ ജോബിൻ ജോസ് സിൽവർ ജൂബിലി സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. കൌൺസിലർ ലീല വർഗീസ്, PTA പ്രസിഡന്റ് ലിജോ ജോസ്, PJ ഗ്ലാഡി, സോബി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നൽകി. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 36,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കാരൻ പാട്ട് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശീധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വിശേഷാൽ പൂജകൾ നടന്നത്. തുടർന്ന് കക്കാട് രാജപ്പൻ മാരാരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക അരങ്ങേറി. ട്രിപ്പിൾ കേളി, ട്രിപ്പിൾ കൊമ്പുപറ്റ്, ട്രിപ്പിൾ കുഴൽപ്പറ്റ് എന്നിവയും ഉണ്ടായി. 36,008 നാളികേരം ഒരേ ഇരുപ്പിൽ ഇരുന്നെറിഞ്ഞ് ഉടച്ചുകൊണ്ട് പാട്ടിന് നേതൃത്വം നൽകിയ വൈശ്ശേരി സ്വദേശിയും കോമരവുമായ കാരക്കൂറ രാമചന്ദ്രൻ നായർക്ക് അംഗീകാരം നൽകാൻ ടൈം വേൾഡ് റെക്കോർഡ് അധികൃതരും എത്തിയിരുന്നു. കൂറ വലിച്ചതോടെയാണ് വേട്ടേക്കാരൻ പാട്ട് സമാപിച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമ്പലപ്പാറ വേങ്ങശ്ശേരി പത്തായപ്പാറയിലെ പറമ്പിൽ തീപിടുത്തം. കോങ്ങാട് പെരിങ്ങോട് നിന്ന് വന്ന ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു.
ഒരേക്കറോളം സ്ഥലത്തെ കാട് കത്തിനശിച്ചു. ഇനി വാണിജ്യം. കുട്ടികൾക്കായി ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ കളക്ഷനുമായി ലാമിയ ബേബി സ്റ്റുഡിയോയുടെ 9ാമത് എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് പാവർട്ടിയിൽ പ്രവർത്തനമാരംഭിച്ചു. പാവർട്ടി സെന്ററിൽ കേരള ബാങ്കിന് എതിർവശത്തായാണ് ലാമിയ ബേബി സ്റ്റുഡിയോയുടെ 9ാമത് എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിലെ 7ാമത്തെ ഔട്ട്ലെറ്റാണിത്. ഇതിനു പുറമെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി, പുലാമന്തോൾ എന്നിവിടങ്ങളിലും ഔട്ട്ലെറ്റുകളുണ്ട്. വസ്ത്രങ്ങളും കളിയുപകരണങ്ങളുമടക്കം കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. പൊന്നോമനകളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കിയുള്ള ഉൽപ്പന്നങ്ങളാണ് ലാമിയയുടെ പ്രത്യേകതയെന്ന് സ്ഥാപനയുടമ PMA ജബ്ബാർ പറഞ്ഞു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഞായറാഴ്ചയും സ്ഥാപനം തുറന്നു പ്രവർത്തിക്കും. ഉടമയുടെ പേരമക്കളായ അസാഫാത്തിം, ഹയാത്ത് അമ്രിൻ, അനായ റാഷിൻ എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പാവർട്ടി ജുമാ മസ്ജിദ് ഖത്തീബ് ഖാലിദ് സ അദി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 9072677766 എന്ന കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനൊഴികെ മറ്റ് വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന അന്വേഷണ റിപ്പോർട്ട്. ADGP മനോജ് എബ്രഹാമാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഫെബ്രുവരി 5 വരെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ല. 1 മാസം വരെ തൽസ്ഥിതി തുടരാൻ തീരുമാനം. കൊല്ലൂർ എടക്കുന്നിയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മണ്ണുത്തി പാണ്ടിപ്പറമ്പ് സ്വദേശി ജിഷ്ണുവാണ് മരിച്ചത്. കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ കാറിടിച്ച് 9 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. ചാലക്കുടി പുഴയിലെ അമ്പലനടക്കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മോഷണശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ആളൂരിൽ അമ്മയെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന തലൂർ സ്വദേശി സുജി, മകൾ നക്ഷത്ര എന്നിവരാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.